എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 45-ാം ദിവസം. ഓം നമ ശിവായ. കാശി മഹാത്മ്യം പാരായണം തുടരുന്നു. സിംഹധ്വജൻ്റെ പൂർവവൃത്താന്തം. സിംഹധ്വജ, നിന്റെ പൂർവകർമ്മങ്ങളാൽ അംഹസ്സു വർദ്ധിക്ക കാരണം സാമ്പ്രതം സന്തതി സ്തംഭനം സംഭവിച്ചു സഖേ. സന്താപസന്തോഹ മോഹദം കൽമഷം പൂർവജന്മം തന്നിൽ അന്തണന്മാരുടെ സർവസ്വമോഷണം ചെയ്തു നീ മന്നവാ. കുന്തളക്ഷോണീശ രാജ്യേ പുരാ ഭവാൻ അന്ത്യവംശത്തിൽ പിറന്നു വളർന്നുടൻ താടങ്കനെന്നുള്ള പേരോടുകൂടി നീ നാടും നഗരവും ബുക്കുകെട്ടിയിടിനാൻ. ഉഗ്രനാം നീ ചെന്ന് ഭൂസുരന്മാർ വേവും അഗ്രഹാരങ്ങളിൽ തസ്കരിച്ചിടിനാൻ. ഗോവിന്ദശർമ്മനൻ നേറ്റം പ്രസിദ്ധനാം ദേവേന്ദ്രതുല്യൻ മഹീദേവ പുങ്കവൻ മേവുന്ന മന്ദിരേ ചെന്നു നീ മല്ലവേ സാവധാനം ധനം മോഹിച്ചു രാത്രിയിൽ ഭാര്യയും പുത്രനും ഗോവിന്ദശർമ്മനും സ്വൈരം കിടന്നുറങ്ങും ദശാന്തരേ. കല്ലുളി കൊണ്ടു നീ ഭിത്തി കുത്തി തകർന്ന ഇല്ലത്തകമ്പുക്കു തസ്കരിക്കും വിധോ ഗോവിന്ദശർമ്മന്റെ പുത്രനെ കണ്ടു നീ കേവലം മല്ലവേ ചെന്നെടുത്തിടിനാൻ. നല്ല പുലി നഖമോതിരം താലിയും കല്ലമർത്തിയിടുന്ന കാഞ്ചന കാഞ്ചിയും പൊന്നും വളകളും കാൽച്ചിലമ്പും കണ്ട് നന്നായി പ്രസാദിച്ചു നീയും മഹീപതേ. ബാലനെ കൊണ്ടുവന്നാശുവനമ്പുക്കു ബാലന്റെ കോപ്പുകളെല്ലാം പറിച്ചു നീ കണ്ടം പിടിച്ചു മുറിച്ചു കുമാരനെ കൊണ്ടു കിണറ്റിലെറിഞ്ഞു നീടിനാൻ. അപ്പോൾ ഉണർന്നിതു ഗോവിന്ദശർമ്മനൻ തൽഭാര്യയും തപ്പി നോക്കി കുമാരനെ കാണാഞ്ഞു പാരം പരിഭ്രമിച്ചങ്ങനെ കേണാരിരുവരും വിട്ടലറിനാർ. അയ്യോ കുമാരനെ കണ്ടീല നാം എന്തു ചെയ്യാവതയ്യോ ചതിച്ചിതോ ദൈവമേ. മാലോകരെ ഹന്ത ബാലനെ കണ്ടീല ആലോലമാലാപമേവം തുടങ്ങിനാർ. കേട്ടവർ വന്നു മുറവിളി നാട്ടിൽ പരന്നു പുലർന്നു രജനിയും നീളത്തിരഞ്ഞു കരഞ്ഞു മഹാജനൻ ചീളന്നു ബാലവൃദ്ധാംഗന വൃന്ദവും. കുന്തളാധീശനോടെല്ലാം ഗ്രഹിപ്പിച്ച് കുന്തളാധീശനും സംഭ്രമിച്ചിടിനാൻ. കിങ്കരന്മാരെ പറഞ്ഞയച്ചിടിനാൻ സങ്കടപ്പെട്ടു വിദഗ്ധനാം മന്നവൻ. നാടൊക്കെ മണ്ടുന്ന കിങ്കരന്മാർ ചെന്ന് താടങ്കനെ പിടിപെട്ടാൽ അതിൽ ചിലർ മുണ്ടിലും കയ്യിലും ചോര കണ്ടിട്ടവർക്കുണ്ടായതുൽപ്പന്ന കേട്ടിരിക്കുന്നു ഞാൻ. താടനം കൊണ്ടു സഹിക്കായിക കാരണം താടങ്കനായി നീ സത്യം പറഞ്ഞിതു. മോഷ്ടിച്ച വസ്തുക്കൾ മേടിച്ചു മന്നവൻ ദുഷ്ടനെ ശിക്ഷിപ്പതിന്നു കൽപ്പിച്ചിതു. ജീവനോടെ തന്നെ ശൂലാഗ്രമേറ്റുവാൻ ഭൂപന്റെ ശാസനം കേട്ടു ഭടജനം. രാജമാർഗാന്തികെ ശൂലാഗ്രമേറ്റിനാർ രാജഭൃത്യന്മാർ ഭവാനെ ക്ഷമാപതേ. ഗോവിന്ദശർമ്മനും ബന്ധുജനങ്ങളും ദൈവോപവാദിതം ലംഘ്യമല്ലായികയാൽ ചിത്തത്തിൽ അത്തൽ തുറച്ചു ശിശുവിൻ്റെ പൈതൃകകർമ്മങ്ങളും ചെയ്തുമേ വീടിനാർ. താടങ്കനായ നീ ശൂലാഗ്രശായിയായി ഗാഠം വ്രണക്ലേശം മൂടെ നിദ്വാനിശം പ്രാണനാശം വരാഞ്ഞഞ്ചാറു വാസരം പ്രാണസന്താപനമേവം ദശാന്തരെ. കാശിക്ക് പോകുന്ന പുണ്യവാൻ ഏകനദ്ദേശത്തു വന്നു നിശാന്തേ ശയിച്ചിതു. തൽക്ഷണം നിന്റെ ഞരക്കങ്ങൾ കേട്ടവൻ സൂക്ഷിച്ചു നോക്കി ഭയപ്പെട്ടു മണ്ടിനാൻ. താടങ്കനാം ഭവാൻ അപ്പോൾ അരുൾ ചെയ്തു പേടിക്ക വേണ്ടടോ വന്നാലും അന്തികെ എന്നതോ കേട്ടു സമീപത്തു വന്നൊരു ധന്യനോടെല്ലാം പറഞ്ഞറിയിച്ചു നീ. വ്യാപാരദോഷേണ വന്നു ഭവിച്ചിടും ആപത്തു വാർത്തലൊഴിക്കാവതോ സഹേ. ഞാൻ ചെയ്ത ദുഷ്കർമ്മം എത്രയും നിഷ്ഠുരൻ ഞാൻ താൻ ചെയ്ത കാര്യം തനിക്കെന്നതോ ദൃഢം. തീർത്ഥങ്ങളാടി നടക്കും ഭവാൻ മമ പ്രാർത്ഥന മാത്രം ശ്രവിച്ചു പോയിടുക. മുഖ്യം ഗയാശ്രാദ്ധം എന്ന് കേൾപ്പുണ്ടുമേ സഖ്യം ഭവാനെന്ന് ചെയ്യണം ആദരാൽ. 100 ശ്രാദ്ധ ജന്മം ഫലം വേറായി നമുക്ക് തരേണം ഭവാനിടോ. കൂലി തരുവാൻ എനിക്കേതു മെല്ലിനി മേലിൽ തരുന്നതുണ്ടോ ജന്മാന്തരേ സഖേ എന്നതു കേട്ടു ദയാശാലി പാന്തരൻ നന്നായി അനുവദിച്ചാശു പോയിടിനാൻ. ഓം നമ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.